സോളാർ വിഷയത്തിൽ കെ.ബി. ഗണേഷ് കുമാറിനെ ചോദ്യം ചെയ്യണമെന്ന് കെ.എൻ. ബാലഗോപാൽ എം.പി. പത്തനാപുരത്ത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ ധാർമ്മികമോ നിയമപരമോ ആയ ഒരവകാശവുമില്ലെന്നും സോളാർ വിഷയത്തിൽ ജോപ്പനെയും സരിതാ നായരെയും ശാലു മേനോനെയും അറസ്റ്റ് ചെയ്തതുപോലെ കെ.ബി. ഗണേഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യണമെന്ന് കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു. യു.ഡി.എഫ് ഭരണത്തിൽ പ്രമുഖ കക്ഷികളും കോൺഗ്രസിന്റെ പ്രധാന ഗ്രൂപ്പും അതൃപ്തി പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഭരണത്തിൽ തുടരാൻ ഉമ്മൻചാണ്ടിക്ക് അവകാശമില്ലെന്നും കേരള ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണാധികാരികളുടെ പട്ടികയിലാണ് ഉമ്മൻചാണ്ടിയെയും തിരുവഞ്ചൂരിനെയും കണക്കാക്കുന്നതെന്നും കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഗണേഷ് കുമാർ അടക്കമുള്ള ആളുകളെ കേസിനകത്ത് പ്രതിയാക്കി ചോദ്യം ചെയ്യേണ്ട സമയം കഴിഞ്ഞു. സോളാർ തട്ടിപ്പിലെ ഒന്നാം പ്രതിയായിട്ടുള്ള ബിജു രാധാകൃഷ്ണൻ, രണ്ടാം പ്രതിയായിട്ടുള്ള സരിതാ നായരെ പ്രതികളാക്കാമെങ്കിൽ, ജോപ്പനെ പ്രതിയാക്കാമെങ്കിൽ അന്ന് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെ പ്രതിയാക്കേണ്ട സമയം കഴിഞ്ഞു അല്ലേ? അയാളോട് ഇതിനകത്ത് പങ്കാളിയായതുകൊണ്ടാണല്ലോ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞത് എനിക്ക് 10 മിനിറ്റ് ഉമ്മൻചാണ്ടിയെ കാണാൻ സമയം കിട്ടുന്നില്ല എന്നാണ്. അപ്പൊ 1 മണിക്കൂർ രാധാകൃഷ്ണൻ സംസാരിക്കണമെങ്കിൽ, ബിജു രാധാകൃഷ്ണൻ സംസാരിക്കണമെങ്കിൽ, ഗണേഷ് കുമാർ എന്റെ കുടുംബത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കണമെങ്കിൽ അങ്ങയുടെ വ്യക്തിപരമായ സ്വഭാവ വിശേഷങ്ങളുടെ കാര്യമില്ല. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു MLA എന്നാലും മന്ത്രി ഉണ്ടെങ്കിൽ അതൊക്കെ സദാചാര പ്രശ്നം വേറെ ചർച്ചയാണ്. പക്ഷേ മന്ത്രി എന്ന നിലയിൽ ഈ അനുമതിയിൽ നേരിട്ട് പങ്കാളിയായിട്ടുള്ള ആള് ജോപ്പനേക്കാൾ ഉപരി ഗണേഷ് കുമാറാണ്. ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇതേപോലുള്ള അഴിമതിക്ക് നേരിട്ട് പങ്കാളിയാവുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിന്റെ സ്ഥിതി, കേരളത്തിന്റെ ഭാവി, കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥിതി എവിടെ ചെന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടി രാജിവെക്കണം. പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിൽ ഡിവൈഎഫ്ഐ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ ധർണയിൽ ഏരിയ പ്രസിഡന്റ് റെജിമോൻ അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം M. മീരാപിള്ള, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ N. ജഗദീശൻ, ബിൻ ഡാനിയൽ, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം R.S. ബീന, ഡിവൈഎഫ്ഐ നേതാക്കളായ രാജേഷ്, അമ്പലതിരപ്പ് വിഷ്ണുകുമാർ, അഡ്വക്കേറ്റ് സാബു, ബിന്ദു മോൾ, സബിത, വാഹിദ്, അജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.